ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലുമുള്ള ഒരു പെർഫെക്റ്റ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 7 പച്ചമുളകും 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 15 അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിപ്പോ കാശ്മീരി ആയാലും കുഴപ്പമില്ല, നോർമൽ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ഷാജീരകം പൊടിച്ചെടുത്തതും 1/4 കപ്പ് തൈരും 1 ടീസ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് അമർത്തിയെടുത്തിട്ടുള്ള പുതിന ഇലയും 1/4 കപ്പ് നിറച്ച് മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലകളൊക്കെയും ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഈ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ മിനിമം 1 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കാം. ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ഉപയോഗിക്കുന്നത്. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുപാല് ചേർത്തിട്ട് അതിലേക്ക് 1 നുള്ളു കുങ്കുമപ്പൂവും കൂടെ ചേർത്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇത് നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ ചെയ്തു വെക്കുക, എങ്കിലാവും ആ കുങ്കുമപ്പൂവിൽ നിന്നുള്ള കളർ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ പാലിലേക്ക് ചിക്കൻ കറിയിൽ നിന്നും തെളിഞ്ഞു വരുന്ന എണ്ണയിൽ നിന്നും ഒരല്പം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി, ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടും. അതിനുശേഷം ഒരു 250 ml മെഷർമെന്റ് കപ്പിൽ 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ്. ഇതൊരു 3-4 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം വാർത്തെടുത്ത അരി ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചേക്കാം. ഒരു കുക്കറിലേക്ക് 250 ml മെഷർമെന്റ് കപ്പിൽ 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.25 ലിറ്റർ വെള്ളം. 3 കപ്പ് ബസ്മതി റൈസിന് 5 കപ്പ് വെള്ളം, ആ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 8 ഗ്രാമ്പൂവും 8 പച്ച ഏലക്കായും 2 കറുത്ത ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത ഏലക്കയും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ടയും 3 വയനയില ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നാരങ്ങ നീരും 1.5 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൃത്യം 15 മിനിറ്റ് കുതിർത്തെടുത്ത അരി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ കുക്കറിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നു തുടങ്ങും. ആ സമയത്ത് വിസിൽ വെച്ച് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വെക്കാം. കൃത്യം 3 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. സ്റ്റീം പോയ ഉടനെ തന്നെ നമുക്ക് അടപ്പ് തുറന്ന് ഈ ചോറൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക, എങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ചോറ് നല്ല പാകത്തിന് വെന്തും കിട്ടും, എന്നാൽ പരസ്പരം ഒട്ടിപ്പിടിക്കത്തുമില്ല. ഞാനിവിടെ 5 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനും വേണം, കുറച്ചും ഗാർണിഷിങ്ങിനും വേണ്ടിയിട്ടാണ്. അല്ല, ഒരു മീഡിയം സൈസിലുള്ള 4 സവാള എടുത്താലും മതി. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പും കിസ്മസും കൂടെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കനാണിത്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ ചിക്കനിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കേൾക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. കൃത്യം ഒരു വിസിലായി സ്റ്റീം പോയ ശേഷം നമുക്കിത് അടപ്പ് തുറന്ന് നോക്കാം. കണ്ടോ, ഇതിന് മുകളിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. എണ്ണയും നെയ്യും പിന്നെ ചിക്കനിൽ നിന്നുള്ള ഫാറ്റും എല്ലാം ഇതിൽ നിന്നും കുറച്ച് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ദം വയ്ക്കുന്ന സമയത്ത് ഈ ചിക്കൻ പീസും കൂടെ ഇടയ്ക്കൊന്ന് വെച്ചെടുക്കും. അപ്പൊ നമുക്കത് എടുക്കാൻ സെർവ് ചെയ്യുന്ന സമയത്ത് പീസസ് എടുക്കാനൊന്ന് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ ചിക്കന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി ഇടുക. ലെയറിംഗ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തെളിഞ്ഞു വന്നിട്ടുള്ള എണ്ണയുണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു റെഡിഷ് കളർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, കണ്ടോ നല്ല യെല്ലോ ആയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് ഈ ചിക്കൻ പീസസിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ കറിയിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും ബാക്കിയുള്ള ആ കുങ്കുമപ്പൂ ചേർത്ത് വെച്ചിരിക്കുന്ന പാലും വറുത്തെടുത്തിട്ടുള്ള സവാളയും ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്തെടുത്ത കശുവണ്ടി പരിപ്പും മുന്തിരിയും. അതിനുശേഷം കുക്കർ അടച്ചിട്ട് വിസിലെടുത്ത് മാറ്റുക. അതിനുശേഷം ഇതൊരു സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സ്റ്റൗവിൽ തന്നെ വച്ചേക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു തവ വെച്ചിട്ട് ഈ കുക്കർ എടുത്ത് തവയുടെ മുകളിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരം സിമ്മിൽ വെച്ചേക്കാം. പെർഫെക്റ്റ് ആയി ദമ്മായി വരുന്ന സമയത്ത് കുക്കറിൽ കൂടെ ചെറുതായിട്ട് സ്റ്റീം വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ദമ്മായി കിട്ടാം. സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ചോറ് ഒരല്പം ഒന്ന് മാറ്റിയിട്ട് താഴെ നിന്ന് ആ മസാല എടുത്ത് ആദ്യം പാത്രത്തിലേക്ക് വയ്ക്കുക. അതിന് മുകളിലേക്ക് വേണം നമ്മൾ ഈ ദം ചെയ്ത് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാവും ചിക്കൻ കറിയുടെ ആ ഫ്ലേവർ നന്നായിട്ട് ഈ റൈസിലുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ നല്ല നല്ല റെസിപ്പീസ് കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക. ഹാപ്പി കുക്കിംഗ്.